കീം 2026 എഞ്ചിനീയറിംഗ് കോഴ്സസിലേക്കുള്ള സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ നമുക്കിപ്പോൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ അലോട്ട്മെന്റ് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ തന്നെ ഈ പറഞ്ഞ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമുക്ക് എവിടെയാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ നേരത്തെ കൊടുത്തതുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സെക്കൻഡ് ഫേസിൽ ഈ പറഞ്ഞ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇപ്പൊ എവിടെയാണോ കിട്ടിയത് ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. ഇനി ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ എവിടെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത ഫേസിൽ നമ്മളത് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ കൺഫേം ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ഹയർ ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് ഇനി റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ ഇപ്പൊ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, അത് റീഅറേഞ്ച് ചെയ്യാനും ഉള്ള ഒരു അവസരമാണുള്ളത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോഴ്സോ കോളേജോ കിട്ടി, അതിന്റെ ഹയർ ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് പോവണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കണം. ഇനി അതിലുള്ള ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കോളേജസോ കോഴ്സസോ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കൺഫർമേഷൻ കൊടുക്കണം. അപ്പൊ ഈ ഓപ്ഷൻ കൺഫേം ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ 16th വരെയാണ് നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം. അതിനുശേഷം നമുക്ക് പ്രൊവിഷണൽ അലോട്ട്മെന്റ് 17th വരും, 19th ഫൈനൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കണം. അതിന് 20th മുതൽ 24th വരെയാണ് നമുക്ക് ടൈം തന്നിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫർദർ ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.